മനോഹാരിത കണ്ടില്ലേ. അപ്പൊ ഞങ്ങളിപ്പോ റിവറിന്റെ തീരട്ടാ നിക്കണത് കേട്ടാ. അപ്പൊ ഞങ്ങ താമസിക്കണതിന്റെ അടുത്തുള്ള ആപ്പിൾ തോട്ടമാണ് ഈ കാണുന്നത്. അപ്പൊ ആപ്പിൾ തോട്ടം നിങ്ങൾ ആപ്പിളല്ലേ കണ്ടിട്ടുള്ളൂ, ഈ ആപ്പിളിന്റെ ഫ്ലവർ കണ്ടിട്ടില്ലല്ലോ കേട്ടാ. ഇതാണ് ആപ്പിളിന്റെ ഫ്ലവർ. കാണാൻ നല്ല ഭംഗിയാണ്. ഈ സമയത്ത് ഇതിന്റെ ഇലകളെല്ലാം കുറവായിരിക്കും, വെറും പൂക്കൾ മാത്രമാണ് എന്ന് വെച്ച് കഴിഞ്ഞാല്. അപ്പൊ ഇതുമല്ലൊക്കെ എന്തോരം ആപ്പിൾ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇഷ്ടം പോലെ ആപ്പിളായിരിക്കുള്ളൂ. ഈ പൂ മുഴുവൻ ആപ്പിളായിട്ട് മാറണാണ് കണ്ട. നല്ലൊരു ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. നമ്മൾക്ക് ആപ്പിളൊക്കെ കണ്ടിട്ടുണ്ടാവും, കാഴ്ച എടുക്കാൻ നമ്മൾ ആപ്പിൾ കഴിക്കാറുണ്ട്. പക്ഷെ ഈ പൂവിട്ട് നിൽക്കണത് ആരും തന്നെ കണ്ടിട്ടുണ്ടാവൂല. ഇതാണ് ആപ്പിളിന്റെ പൂവ്. ഇത് ഈ ആപ്പിളിന്റെ മരം എന്ന് പറഞ്ഞാൽ കണ്ടാം, ഇതൊക്കെ വർഷങ്ങൾ പ്രായമായ മരങ്ങളാണ്. അവരിപ്പോ ഒരു ട്രിപ്പ് ആപ്പിൾ ഉണ്ടായി കഴിയുമ്പോൾ പ്രൂൺ ചെയ്ത് നിർത്തണതാണ്. പ്രൂൺ ചെയ്ത് നിർത്തിയിട്ട് പിന്നെ തളിരിലകൾ വരുമല്ലോ, അതിലാണ് ഈ പൂവിടണ കണ്ട. ഇതേപോലെയാണ് ഇവിടുത്തെ ആപ്പിൾ തോട്ടങ്ങളെല്ലാം തന്നെ. നമുക്കിത് കാണുമ്പോൾ നല്ല ഭംഗിയാണ് കണ്ട. ഇവിടെ ഇഷ്ടംപോലെ മരങ്ങളുണ്ട് കണ്ട, എല്ലാം തന്നെ പൂട്ട് നിൽക്കണേണ്. നമുക്കൊരു ഇത് വർഷങ്ങൾ പ്രായമായെങ്കിലും നമുക്ക് കൈയെത്തിച്ച് പൊട്ടിക്കാവുന്ന തരത്തിലാണ്. ഇപ്പൊ ആപ്പിളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ നമുക്കിത് കൈയെത്തിച്ച് പൊട്ടിക്കാണ്ട. നിറച്ച് തേനീച്ചകളാണ് കണ്ട, തേനീച്ചകൾ നിൽക്കണണ്ട. അപ്പൊ തേനീച്ചകള് തേൻ കുടിക്കാൻ വേണ്ടി തേനീച്ചകൾ ഉണ്ടാവും. പരാഗണം നടന്ന ആപ്പിൾ ഉണ്ടാവുള്ളൂല്ലോ. അപ്പൊ നല്ലൊരു കാഴ്ചയാണ്. നമ്മയൊക്കെ ഇപ്പൊ എല്ലാവരും നമ്മുടെ ട്രോപ്പിക്കലിൽ ഉണ്ടാവുന്ന ആപ്പിൾ മരത്തിന്റെ തൈയൊക്കെ മേടിച്ച എല്ലാവരും മക്കളുണ്ട്. പക്ഷെ നമ്മ പൂവിടുമെന്ന് നമുക്കറിയില്ല. ഞാനും നട്ടിട്ടുണ്ട് ആപ്പിളിന്റെ മരമൊക്കെ. അപ്പൊ ഇതേപോലെ ആപ്പിളിന്റെ പൂ ഞാൻ ആദ്യമായിട്ട് കാണണേ കേട്ടാ. ഞാൻ ഇതുവരെ ആപ്പിളിന്റെ പൂ കണ്ടിട്ടില്ല. ഇവിടെ വന്നേ പിന്നെയാണ് ആപ്പിളിന്റെ പൂവൊക്കെ കാണുന്നത് കണ്ട. അപ്പൊ ഞങ്ങ വന്നേക്കണെന്ന് വെച്ചാൽ ഞങ്ങൾ 5 പേരാണ് ഇപ്പൊ ഇവിടെ വന്നേക്കണത്. ഞാനും എൻ്റെ ഉമ്മയും പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങള്, എൻ്റെ നാത്തൂനാണ് ഇത്, മൂത്ത നാത്തൂനാണ്. പിന്നെ എൻ്റെ മോളും എൻ്റെ മോനും കൂടി ഞങ്ങൾ 5 പേരാണ് വന്നേക്കുന്നത്. ഞങ്ങൾ ആദ്യം ഷിംലയിൽ വന്ന്, ഷിംലയിൽ നിന്ന് ഞങ്ങൾ ഈ മണാലിയിൽ വന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇപ്പോൾ ഞങ്ങൾ കസോളിലാണ്. അപ്പോൾ കസോളില താമസം എന്ന് വെച്ചാൽ ഇവിടെ ടെൻ്റാണ്, നല്ല ഭംഗിയുള്ള ടെൻറ്റുകളൊക്കെയാണ്. പിന്നെ ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ കണ്ട നല്ല മനോഹരമായ കാഴ്ചകളാണ്. നമ്മുടെ നിക്കടയിലെ ചുറ്റും നല്ല മനോഹരമായ കാഴ്ചകളൊക്കെയാണ്. നല്ലൊരു കാലാവസ്ഥയായിട്ട് ഇവിടെ നമ്മൾ വരേണ്ട ഒരു സ്ഥലം തന്നെയാണ് കസോളൊക്കെ. ഒരുപാട് ആളുകളാണ് ഇപ്പോൾ ഇവിടെ വന്നുകൊണ്ടിരിക്കണത്, ഇവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കണതൊക്കെ. അപ്പം നിങ്ങൾ ആപ്പിൾ മരം നിങ്ങൾ കണ്ടിട്ട് ആപ്പിളിൻ്റെ തൈയൊക്കെ ഇപ്പോൾ കാണുന്നുണ്ടാവും എല്ലാവരും. പക്ഷെ ആപ്പിൾ പൂട്ടിക്കണ ഇതേപോലെ മനോഹരമായ കാഴ്ചകളൊന്നും ആരും കണ്ടിട്ടുണ്ടാവില്ല. അപ്പം അത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചാൽ ഞാൻ വീഡിയോ എടുത്തത് കണ്ട. ആപ്പിളിൻ്റെ പൂക്കളാണ് ഈ കാണുന്നത്. അപ്പോൾ ആപ്പിളിൻ്റെ മരമോട് കണ്ട. നമ്മളിപ്പോൾ വേറെ സമയത്തൊക്കെയാണ് ഇവർ പ്രൂൺ ചെയ്ത് നിർത്തിയ ടൈമാണെങ്കിൽ തുടങ്ങിയ മരമെന്ന് നമ്മൾ വിചാരിക്കും. കാരണം ഇവർ കംപ്ലീറ്റ് പ്രൂൺ ചെയ്ത് നിർത്തണേണ്. ഇവിടങ്ങളിലെ എല്ലാ തോട്ടങ്ങളും അങ്ങനെ തന്നെയാണ്. പ്രൂൺ ചെയ്ത് നിർത്തിയിട്ട് പുതിയ ചെനപ്പ് വന്നിട്ട് അതിലാണ് ആപ്പിൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മൾ ആപ്പിൾ മരം നട്ട് കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് പ്രൂൺ ചെയ്ത് നിർത്തണം. എന്നാൽ മാത്രമേ ആപ്പിളൊക്കെ കായ്ക്കുള്ളൂ കേട്ടോ. അപ്പോൾ ആപ്പിൾ നട്ടേക്കണവരോട് പറയാനുള്ളത്, നമ്മൾ ഓരോ ട്രിപ്പ് ആപ്പിൾ ഉണ്ടായി കഴിയുമ്പോഴും നമ്മൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഫ്ലവറൊക്കെ ചെയ്ത് നിറച്ച് ആപ്പിൾ കായ്ക്കുള്ളൂ കണ്ട. ഇവിടുത്തെ ആപ്പിളിൻ്റെ മരങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ഇവിടെ നനക്കലൊന്നും ഇല്ല ആപ്പിളിനൊന്നും കണ്ട, നനയൊന്നും ഇവിടെ ഇല്ല. ഇവിടെ വെള്ളമൊന്നും കൊടുക്കണ കാണണമൊന്നുമില്ല കണ്ട. ഉണങ്ങി വരേണ്ട പ്രദേശത്താണ് ഈ ആപ്പിൾ മരം നിൽക്കണത് കണ്ട. ഇവിടുത്തെ കാലാവസ്ഥയിലാണ് ആപ്പിളൊക്കെ കായ്ക്കണമെങ്കിൽ. ഇവിടെ നല്ല മനോഹരമായ പൂക്കളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ മരങ്ങൾ എന്ന് പറഞ്ഞാൽ കാറ്റാടി മരങ്ങളാണ്, പൊക്കത്തിലുള്ള മരങ്ങളാണ് നിറച്ച് വെച്ച് പിടിപ്പിച്ചേക്കുന്നത്. കാറ്റാടി മരങ്ങളാണ് കണ്ട. പിന്നെ മലകൾ കണ്ട, ഇവിടുത്തെ മലകളൊക്കെ കണ്ടില്ലേ. പിന്നെ ഐസ് മലകളും ഉണ്ട് കേട്ടാ. പൊക്കത്തിൽ ഐസ് മലകളൊക്കെ ഉണ്ട്. നമുക്ക് കണ്ട. അപ്പൊ ആപ്പിളിന്റെ പൂക്കളൊക്കെ കണ്ടില്ലേ. ഞങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ടെന്ന് വെച്ചാൽ നമുക്ക് ഇതൊക്കെ ഭയങ്കര ഒരു സന്തോഷമാണ്. കാരണം ആപ്പിൾ കായ്ച്ച് കിടക്കണേലും ഭംഗി എനിക്ക് തോന്നണ ഈ പൂക്കൾ കണ്ടിട്ടാണ് ഭംഗി തോന്നുന്നത്. ജൂൺ മാസത്തിലാണ് ഇവിടെ ആപ്പിൾ ഉണ്ടാവുന്നത്. അപ്പൊ ജൂൺ മാസത്തിൽ നമുക്ക് വരികയാണെങ്കിൽ ഇഷ്ടംപോലെ നമുക്ക് ആപ്പിളൊക്കെ കഴിക്കാം. ഫ്രഷ് ആയിട്ടുള്ള ആപ്പിളൊക്കെ കിട്ടും. അപ്പൊ ഇനി ജൂൺ ആകുമ്പോഴത്തേന് നിറച്ച് ആപ്പിളായിരിക്കുള്ളൂ ഈ മരം നിറച്ച്. അപ്പൊ എന്ത് ഭംഗിയായിരിക്കും നോക്കിയേ. നല്ല ഭംഗിയുള്ള ആപ്പിൾ മരങ്ങളാണ്. ഇഷ്ടംപോലെ ആപ്പിൾ മരങ്ങളാണ്. പിന്നെ ഐസ് മലകളും ഉണ്ട് കേട്ടാ. പൊക്കത്തിൽ ഐസ് മലകളൊക്കെ ഉണ്ട്. പിന്നെ മലകൾ കണ്ട, ഇവിടുത്തെ മലകളൊക്കെ കണ്ടില്ലേ. നല്ല കാറ്റാടി മരങ്ങളാണ്. കാറ്റാടി മരങ്ങളാണ്. അപ്പൊ ആപ്പിളിന്റെ പൂക്കളൊക്കെ കണ്ടില്ലേ. ഞങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ടെന്ന് വെച്ചാൽ നമുക്ക് ഇതൊക്കെ ഭയങ്കര ഒരു സന്തോഷമാണ്. കാരണം ആപ്പിൾ കായ്ച്ച് കിടക്കണേലും ഭംഗി എനിക്ക് തോന്നണ ഈ പൂക്കൾ കണ്ടിട്ടാണ് ഭംഗി തോന്നുന്നത്. അപ്പൊ ജൂൺ മാസത്തിലാണ് ഇവിടെ ആപ്പിൾ ഉണ്ടാവുന്നത്. അപ്പൊ ഇനി ജൂൺ ആകുമ്പോഴത്തേന് നമുക്ക് ആപ്പിളൊക്കെ കഴിക്കാം. ഫ്രഷ് ആയിട്ടുള്ള ആപ്പിളൊക്കെ കിട്ടും. അപ്പൊ ഇനി ജൂൺ
ആപ്പിളിന്റെ ഇലകളാണ് കേട്ടോ നിങ്ങൾ ഉദ്ദേശിക്കണ പോലെ കണ്ട. ആപ്പിളിന്റെ ഇലകൾ വളരെ ചെറുതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചിട്ട് ഞാനൊരു ആപ്പിളിന്റെ തൈ മേടിച്ചപ്പോ ഇത്രയും ചെറിയ ഇല ഉണ്ട്. അപ്പൊ മുരടിച്ച തൈയാക്കി ഇടുമെന്ന് വിചാരിച്ചു. പക്ഷെ മുരടിച്ചതല്ല, ആപ്പിളിന്റെ ഇലകൾ ഇത്രേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിന്റെ പൂ കണ്ട ഇതാണ് കേട്ടോ. ഒരേ പൂവിന്റെ അടിയിലും കണ്ട. ഇതൊക്കെ ആപ്പിൾ അവിടെ ഇതാണ് ആപ്പിളായി വളർന്ന് വന്നത് കേട്ടാ. അപ്പൊ എല്ലാ പൂക്കളും അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി ഈ മരത്തുമ്പിലൊക്കെ എന്തോരം ആപ്പിൾ ഉണ്ടാവൂന്ന്. അപ്പൊ ഇവിടാന്ന് പറഞ്ഞാലില്ലേ പ്രധാനമായിട്ട് എല്ലാവരും താമസിക്കണേന്റെ ഒരു വീടിന്റെ മുന്നിൽ ആപ്പിൾ മരങ്ങളാണ് ചുറ്റും. അവർക്ക് നല്ലൊരു വരുമാനമാണ് ഈ ആപ്പിളിൽ നിന്ന് കിട്ടണത്. പിന്നെ നമുക്കൊക്കെ ആ സീസണിൽ ജൂണിലൊക്കെ വരികയാണെങ്കിൽ ഒരുപാട് ആപ്പിളൊക്കെ നമുക്ക് ഫ്രഷ് ആയിട്ട് മേടിച്ച് കഴിക്കാം, നമുക്ക് മേടിച്ച് കൊണ്ടുപോവുകയൊക്കെ ചെയ്യാം. അപ്പൊ എല്ലാവരും ഒരിക്കലെങ്കിലും ഈ ഹിമാചലിലെ മണാലിയും കസോളും ഷിംലയൊക്കെ വന്ന് കാണണം. എന്താന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാ സ്ഥലങ്ങളും നമ്മൾ കണ്ടിരിക്കണം നല്ലതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മ വീട്ടിലെ കുറേ പണികളെടുത്ത് വീട്ടിലെ ആ പ്രദേശം മാത്രം കാണലല്ല, നമുക്ക് സൗകര്യമുള്ളവർ എല്ലാവരും തന്നെ വന്ന് കസോളൊക്കെ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. എല്ലാവരും അപ്പോൾ കസോളൊക്കെ വന്ന് കാണണം. ഈ ആപ്പിൾ തോട്ടങ്ങളും നമുക്ക് ഇവിടുത്തെ മനോഹാരിത കണ്ട, ഇവിടുത്തെ മലകളൊക്കെ നമ്മുടെ നാട്ടിലില്ലാത്തതൊക്കെയാണ്. മൂന്നാറൊക്കെ പോയിട്ട് നമ്മുടെ നാട്ടിൽ മലയും മഞ്ഞൊക്കെ കാണണമെങ്കിൽ, പക്ഷെ നമുക്ക് ഇവിടെ ഇത്രയും മനോഹരമായ കാഴ്ചകളൊക്കെ കാണാം. അപ്പം എല്ലാവരും കസോളൊക്കെ വന്ന് കാണണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.